ഭ്രാത്രാവിൻ്റെ അന്ന് എൻ്റെ വീട്ടിൽ എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ടുണ്ടായിട്ടാ. ഞങ്ങൾ കൊച്ചിയിൽ ഇവിടെ ഭ്രാത്ത് എന്നാ പറയണത്. അന്നത്തെ ദിവസം നമ്മളൊരു കറിയാച്ചലുണ്ട് കേട്ടാ. പായസം പോലെ ഇരിക്കും, പക്ഷെ നമ്മളതിനെ കറി എന്നാ പറയണത്. എൻ്റെ ഉമ്മാക്ക് ഭ്രാത്രാവ് നോമ്പുരാവ് എന്നൊക്കെ പറഞ്ഞ ഒരു വലിയൊരു ബഹളമായിരിക്കും വീട്ടിൽ. ഉമ്മയാണ് എല്ലാത്തിനും മേൽനോട്ടം വഹിക്കണത്. ഞാനും നാത്തുമാരും ഇങ്ങനെ കൂടെ നിന്നിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. എൻ്റെ നാത്തുമാർ ഇക്കാക്കമാരെ ഭാര്യമാരാണെങ്കിലും ഞാൻ അവരെ എൻ്റെ അനിയത്തിമാരെ പോലെയായിട്ടാണ് കാണുന്നത്. ഉമ്മ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ വീട്ടിലേക്ക് വന്നവരെ നമ്മളതായിട്ട് തന്നെ കാണണമെന്ന്. അതുകൊണ്ട് അൽഹംദുലില്ലാ ഇതുവരെയും അടിപൊളിയാണ് ഞങ്ങൾ. അങ്ങനെ കിച്ചണിലെ പണിയെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് മക്കളും കൂടി ദിക്കറും ഓത്തൊക്കെ ചൊല്ലിയിരുന്ന് ഇതെല്ലാം കഴിയുമ്പോഴാണ് കേട്ടോ നമ്മൾ കാച്ചി വെച്ച് കറി കുടിക്കണത്. അങ്ങനെ അതെല്ലാം വിളമ്പി എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഒരു റാഹത്താണല്ലേ. ആ സമയത്താണ് എൻ്റെ മൂത്തിക്കാക്ക കയറി വന്നത്. പണ്ടൊക്കെ ഭ്രാത്രാവിൻ്റെ അന്ന് എല്ലാ വീടുകളിലും കറി വച്ചും. അപ്പോൾ ഓരോ ഗ്ലാസ് ഇപ്പോൾ ഉമ്മാൻ്റെ സിസ്റ്റേഴ്സിൻ്റെ വീട്ടിൽ നിന്നും ഉമ്മാടെ ഉമ്മ പിന്നെ ഉപ്പാടെ പെങ്ങന്മാർ അങ്ങനെ എല്ലാവരും ഓരോ ഗ്ലാസ് കൊണ്ടുവരും. ഇതൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാക്കി വെച്ച നാസ്തയൊന്നും കഴിക്കാനുള്ള വയറൊന്നും ഉണ്ടാവില്ല നമുക്ക്. പിന്നെ മക്കൾ കളിക്കാൻ ഇറങ്ങിയപ്പോൾ ഞാനും കാക്കമാരുടെ കൂടെ അങ്ങനെ നിന്ന് പഴയ വിശേഷങ്ങളൊക്കെ പറയണമായിരുന്നു. പണ്ട് പത്തിരി ഉണ്ടാക്കുമ്പോൾ ഉമ്മാനെ ഹെൽപ്പ് ചെയ്യണ എൻ്റെ മൂത്തിക്കാക്കയാണ്. കാക്ക പ്രസ് ചെയ്ത് കൊടുക്കും, ഞാനും എൻ്റെ ഇളയ കാക്കയും കൂടി വീടൊക്കെ ഒതുക്കും. എനിക്ക് എന്തെങ്കിലും മിസ് ചെയ്യണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ പഴയ കാലഘട്ടമൊക്കെ തന്നെയാണ് ഇപ്പോഴും മിസ് ചെയ്യണം. ഞാനും ഉമ്മയും ഉപ്പയും എൻ്റെ കാക്കമാരൊക്കെ ഉള്ള ആ ഒരു കുഞ്ഞു ലോകം. എനിക്കത് എപ്പോഴും ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറില്ലേ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, അതിനൊരു പ്രത്യേക ഒരു റാഹത്താണെന്ന്. ഇന്നിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ ഉമ്മാനെ ഒരുപാട് മിസ് ചെയ്ത്. പക്ഷെ ഇന്ന് ഈ ഒരു ഡേ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് എൻ്റെ ഉമ്മാനെ ആയിരിക്കും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് രാത്രിയായപ്പോൾ എൻ്റെ ഇളയ ആങ്ങളെയും മക്കളും ഫാമിലിയൊക്കെ അവർ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഞാൻ അന്നത്തെ ദിവസം എൻ്റെ വീട്ടിൽ നിന്നിട്ടാ. ഉപ്പാക്ക് ഞാൻ തിരിച്ചു പോകുമെന്ന് പറയുമ്പോൾ ഒരു സങ്കടമായിരിക്കും. എല്ലാവരും ചോദിച്ചില്ലേ റുക്സാനാൻ്റെ ആരാണെന്ന്. റുക്സാൻ്റെ എൻ്റെ ഉമ്മാടെ സിസ്റ്ററാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് റുക്സാൻ്റെ താമസിക്കണം. ഞങ്ങളെല്ലാത്തിനും എൻ്റെ ഉമ്മാനെ പോലെ തന്നെ ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും.